നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. പാളയം ഇടവകയിൽ ദമ്പതി സംഗമം നടന്നു. പാളയം ഇടവകയിൽ 5 വർഷം മുതൽ 25 വർഷം വരെ കുടുംബജീവിതം നയിക്കുന്ന ദമ്പതികളുടെ സംഗമം നടന്നു. ഇടവക വികാരി മോൺസിഞ്ഞൂർ വിൽഫ്രഡ് അധ്യക്ഷത വഹിച്ച സംഗമം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസാർ ഉദ്ഘാടനം ചെയ്തു. രൂപത കുടുംബപ്രേക്ഷിത ശുശ്രൂഷ ഡയറക്ടർ ഫാദർ റിച്ചാർഡ് സക്കറിയ, പാളയം ഫെറോന കുടുംബ ശുശ്രൂഷ കോർഡിനേറ്ററും പാളയം ഇടവക സഹവികാരിയുമായ ഫാദർ സജിത് സോളമൻ, സെക്രട്ടറി സെബാസ്റ്റ്യൻ ബാബു, കൺവീനർ ഡോറ ആന്റണി എന്നിവർ സംസാരിച്ചു. മിഷണറി കപ്പിൾസ് ഫോർ ക്രൈസ്റ്റ് തിരുവനന്തപുരം കോർഡിനേറ്റേഴ്സ് ഷീൻ ഡാലിയ ദമ്പതികളും ജീസസ് യൂത്ത് സെൻട്രൽ പ്രയർ ഗ്രൂപ്പ് ഫാമിലി കോർഡിനേറ്റേഴ്സ് ബിനോജ് ബൃന്ദ ദമ്പതികളും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സംഗമത്തിൽ 80ഓളം പേർ പങ്കെടുത്തു. മൈൻഡോപീഡിയ 24 പേട്ട ഫെറോനയിൽ സാമൂഹ്യ ശുശ്രൂഷയുടെ ശിശുദിനാഘോഷ പരിപാടിക്ക് തുടക്കമായി. മുട്ടട പാരിഷ് ഹാളിൽ വെച്ച് നടന്ന ക്വിസ് മത്സരം സാമൂഹ്യ ശുശ്രൂഷ അതിരൂപത ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫെറോന കോർഡിനേറ്റർ ഫാദർ പോൾ പഴങ്ങാട് അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്ക് പൊതുവിജ്ഞാനത്തിലുള്ള അറിവ് വർദ്ധിപ്പിക്കുക എന്നതാണ് പരിപാടി ലക്ഷ്യം വയ്ക്കുന്നത്. ശ്രീ സുനിൽ ജോൺ ക്വിസ് മാസ്റ്റർ ആയിരുന്ന മത്സരത്തിൽ കുശവർക്കൽ ചൈൽഡ് പാർലമെന്റ് 1ാം സ്ഥാനവും കുന്നംപുറം ചൈൽഡ് പാർലമെന്റ് 2ാം സ്ഥാനവും പൂങ്ങുമൂട് ചൈൽഡ് പാർലമെന്റ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കോർഡിനേറ്റർ രമ്യ ജോസ്, ചൈൽഡ് പാർലമെന്റ് വോളണ്ടിയേഴ്സ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. വിശുദ്ധ യൂദാ തദേവുസിന്റെ തിരുനാൾ ആഘോഷിച്ച് കുവൈത്തിലെ തുമ്പ ഇടവക വിശ്വാസ സമൂഹം. കുവൈറ്റ് അബ്സാസിയയിൽ നടന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോസഫ് ജെയിംസ്, ഫാദർ സോജൻ പോൾ എന്നിവർ തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 1000ഓളം പേർ പങ്കെടുത്ത തിരുനാൾ ആഘോഷം സ്നേഹവിരുന്നോടുകൂടി സമാപിച്ചു. MVR പുരസ്കാരം മോൺസിഞ്ഞോർ യൂജിൻ എച്ച് പെരേരയ്ക്ക് സമ്മാനിച്ചു. MV രാഘവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ MVR പുരസ്കാരം മോൺസിഞ്ഞോർ യൂജിൻ പെരേരയ്ക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മാനിച്ചു. CPMൽ നിന്നും വിട്ടുപോകുന്നതിന്റെ പേരിലുണ്ടായ അക്രമങ്ങളെ സധൈര്യം നേരിട്ട് സ്വന്തം പാർട്ടി രൂപീകരിച്ച് UDFനൊപ്പം ചേർന്ന് അതിനെ വളർത്താൻ MVRന് കഴിഞ്ഞു. സമാന ആക്രമണമാണ് വിഴിഞ്ഞം സമരത്തിന്റെ പേരിൽ ഫാദർ യൂജിൻ പെരേര നേരിടേണ്ടി വന്നത്. തീവ്രവാദികളെ എന്ന പോലെയാണ് മോൺസിഞ്ഞോർ യൂജിൻ പെരേര ഉൾപ്പെടെ സമരത്തിന് നേതൃത്വം നൽകിയവരെ LDF സർക്കാർ അവതരിപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ട്രസ്റ്റ് ചെയർമാൻ CP ജോൺ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി MP സാജു, CMP ജില്ലാ സെക്രട്ടറി MR മനോജ്, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി A നിസാർ എന്നിവർ പ്രസംഗിച്ചു. MVR പുരസ്കാരം നേടിയ മോൺസിഞ്ഞോർ യൂജിൻ എച്ച് പെരേരയ്ക്കും വിശിഷ്ട സേവാ മെഡൽ നേടിയ ശ്രീമതി അജിതയ്ക്കും കുലശേഖരം ഇടവകയുടെ ആദരം. ഈ വർഷത്തെ MVR പുരസ്കാരം നേടിയ തിരുവനന്തപുരം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജിൻ എച്ച് പെരേരയെയും മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവന മെഡൽ നേടിയ ശ്രീമതി അജിതയെയും കുലശേഖരം ഇടവക ആദരിച്ചു. നവംബർ 3 ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം നടന്ന ചടങ്ങിലാണ് ഇരുവരെയും ആദരിച്ചത്. സാമൂഹ്യ രംഗത്ത് മോൺസിഞ്ഞോർ യൂജിൻ എച്ച് പെരേര നടത്തുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഗുണപരമായ പല മാറ്റങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്ന് ഇടവക വികാരി ഫാദർ ജെറോം അമൃതയൻ പറഞ്ഞു. മുൻ മന്ത്രിയും രാഷ്ട്രീയ നേതാവുമായ MV രാഘവന്റെ നാമധേയത്വത്തിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് നൽകുന്ന ഈ വർഷത്തെ MVR അവാർഡ് തിരുവനന്തപുരം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജിൻ എച്ച് പെരേര ഏറ്റുവാങ്ങിയിരുന്നു. സത്യസന്ധമായും ആത്മാർത്ഥമായും പോലീസ് സേനയിൽ ചെയ്ത സേവനത്തിനാണ് ഇടവക അംഗം കൂടിയായ ശ്രീമതി അജിതയ്ക്ക് വിശേഷ സേവന മെഡൽ ലഭിച്ചത്. പൊതുനന്മയുടെ പേരിൽ ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുക്കാനാവില്ല. നിർണായക വിധിയുമായി സുപ്രീം കോടതി. എല്ലാ സ്വകാര്യ സ്വത്തുക്കളും സമൂഹത്തിന്റെ ഭൗതിക വിഭവങ്ങളായി കണക്കാക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള 9അംഗ ബെഞ്ചാണ് നിർണായക വിധി പ്രസ്താവിച്ചത്. ഇതോടെ ഏതു ഭൂമിയും ഏറ്റെടുക്കാമെന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ 1978 വിധിയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയത്. പ്രഥമ ദേശീയ വനിതാ മത്സ്യത്തൊഴിലാളി സമ്മേളനം വലിയതുറയിൽ ആരംഭിച്ചു. മുതിർന്ന വനിതാ നേതാവ് തെരമ്മ പ്രായിക്കളത്തിന്റെ നേതൃത്വത്തിൽ കടലവകാശ പ്രതിജ്ഞയോടെയാണ് ഇന്ത്യ ഫിഷർ വിമൺ അസംബ്ലിക്ക് തുടക്കമായത്. കടലിലെയും കടൽ വിഭവങ്ങളിലെയും അവകാശങ്ങൾ തങ്ങൾക്കാണെന്ന സൂചനയുമായി കുടങ്ങളിൽ കടൽ വെള്ളം ശേഖരിച്ച് ഫാദർ തോമസ് കോച്ചേരി സെന്ററിലേക്ക് അവകാശ സംരക്ഷണ റാലി നടത്തി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക.
അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.